The first ever YouTube event. Hi. Hi guys, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, ബാംഗ്ലൂരേക്ക് പോവാണ്. അപ്പോൾ ബാംഗ്ലൂർ നമ്മൾ 2 ഭാഗമായിട്ട് തിരിച്ചിട്ട് ആദ്യം മധുരൈ പോയി സ്റ്റേ ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാംഗ്ലൂർ പോവാന്നുള്ളൊരു പ്ലാനിലാണ്. ബിക്കോസ് രാത്രി അധികം അങ്ങനെ യാത്ര ചെയ്യണ്ട എന്നുള്ളൊരു ഇതായതുകൊണ്ട് മധുരൈ പോയി അമ്പലത്തിലേക്ക് ഒന്ന് തൊഴുതിട്ട് പിന്നെ ബാംഗ്ലൂർ പോവാന്ന് വെച്ചു. കുറേ നാളായി സത്യം പറഞ്ഞാൽ റോഡ് ട്രിപ്പ് പോയിട്ട് കുറേ നാളായി. അപ്പം നമ്മൾ ബാംഗ്ലൂർ പോകുന്നത് യൂട്യൂബിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സമയം 9 മണിയായി. അപ്പം ചേട്ടൻ പഠിച്ച സ്ഥലമാണ് മാർത്താണ്ഡം. ഓക്കെ, അപ്പോൾ അവിടുത്തെ ചേട്ടൻ സ്ഥിരമായി കഴിക്കുന്ന ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫുഡ് മേടിക്കാനായിട്ട് പോയി. അയ്യോ, എന്തിനാ ഇത്രയും ഫുഡ് മേടിച്ചേ? ചിക്കൻ തോരനാ? ചിക്കനല്ല, മഷ്റൂം. ഹോസ്റ്റലിന്റെ തൊട്ടടുത്തൊരു ഇതുണ്ടായിരുന്നല്ലോ, കല്യാണം ഉണ്ടോ? അതതിന്റെ ഓപ്പോസിറ്റ്, അവിടെയാണ് വിളമ്പാൻ വെക്കുന്നത്. നമ്മൾ കഴിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് കല്യാണം ഉണ്ടോ. നമ്മൾ ഈ കല്യാണം ഉണ്ടത്തിൽ വിളിക്കാത്ത കല്യാണത്തിന് പോയി ചോറ് അല്ല, കല്യാണം ഉണ്ടത്തിൽ വിളമ്പാൻ പോകും. വിളമ്പാൻ പോണ സമയത്ത് അവിടുത്തെ ആൾക്കാരായിട്ട് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ വിളമ്പില്ലാത്ത ദിവസം നമ്മൾ അവിടെ പോയി ആഹാരം കഴിക്കും. ഇങ്ങനെ വിളിക്കും രാത്രിയൊക്കെ നല്ല ബിരിയാണി. ഇല്ലാത്തപ്പോഴേ പോവുള്ളൂ. അല്ല, അവിടെ നിന്ന് പറയും ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ ഉള്ളതിന്റെ. ഇവിടെ രാത്രിയാണ് ഇന്ന് മട്ടൻ ബിരിയാണിയാണ്, വലിയ പരിപാടിയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രാത്രി എല്ലാവരും കൂടെ പോയി സൈഡിൽ കൂടെ ചെന്ന് കഴിച്ചിട്ട് വരും. പിന്നെ ഈ ചില ദിവസങ്ങളിൽ ഈ ചേർന്ന് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് മട്ടൻ ബിരിയാണി കൊണ്ട് കാറ്ററിംഗ് ഉള്ളതിന്റെ അന്ന് പൊതിഞ്ഞ് കൊടുക്കും. സ്പൂണൊക്കെ തന്നെ എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണെന്ന് അറിയാലോ. അതുകൊണ്ട് ഇതൊന്നും എന്നെ എഫക്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഞാൻ തിന്നു. അല്ല, ഞാൻ മനുഷ്യല്ല. എനിക്കത് മണം കേട്ടിട്ടേ അവിയലിന്റെ മണം പോലെ. അല്ലാത്ത സ്പൈസസ് ഒന്നും ചേർത്ത് സാധാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ഉള്ളു. നൂഡിൽസ് അങ്ങനെ തിന്നാത്തത് കൊണ്ട് എനിക്ക് എന്റെ ടേസ്റ്റ് പറഞ്ഞാൽ അറിയണ്ട. നമ്മൾ ഇന്നലെ ലുലുമാളിൽ നിന്ന് തിന്ന നൂഡിൽസ് പോലെ തന്നെ ഉണ്ട്. ചിക്കനും കൂടെ വന്നതാണ്. അല്ല, ചിക്കനായിരുന്നു, ഫ്രൈഡ് ചിക്കൻ. അതിൽ ഫ്ലേവർ ഇല്ലായിരുന്നു, ഇതിൽ ഫ്ലേവർ ഉണ്ട്. മധുര മീനാക്ഷി ടെമ്പിളിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. പക്ഷേ എന്തോ ഒരു കാരണവശാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു ഹോട്ടൽ റൂംസും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തപ്പി ഒന്നും കിട്ടുന്നില്ല. അവസാനം നമുക്ക് കിട്ടിയൊരു ഹോട്ടലാണിത്. അത് പോണ വഴി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാ. നമ്മൾ തിരിച്ച് പോവാം, ബാംഗ്ലൂരേക്ക് തിരിച്ച് പോവാം വേണ്ടാന്ന് വെച്ചാൽ തിരിച്ച് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോൾ കിട്ടിയൊരു ഹോട്ടലാണ് ഈ ധനൂക്ക് എന്ന് പറഞ്ഞ ഹോട്ടൽ. ഓക്കെ, ഒരു കോമ്പാക്ട് റൂമാണ്. അപ്പം നമുക്ക് കുറച്ച് നേരത്തെ ഒരു സ്റ്റേ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുക, കുറച്ച് നേരം ഇറങ്ങുക അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് 1 മണിക്കൂർ എന്തോ ഉറങ്ങിയോളൂ. രാവിലെ എണീറ്റ് നേരെ അമ്പലത്തിലേക്ക് പോയി. ഫോൺ കൊണ്ടുപോകാൻ പാടില്ല, ഫോൺ ലോക്കർ റൂമിൽ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഫോണൊന്നും എടുത്തില്ല. അപ്പോൾ അമ്പലത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് രാവിലെ റെഡിയായി നമ്മൾ നേരെ അമ്പലത്തിൽ പോയി പിന്നെ നേരെ ബാംഗ്ലൂരേക്ക് വിട്ടു. അവിടെ ചെന്നിട്ട് നമ്മൾ കുറേ ഹോട്ടൽസ് തപ്പി രാത്രി എത്തിയത്. അപ്പോൾ കീസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമ്മൾ റൂം എടുത്തത്. അതാണ് നിയർ ടു
ഗൂഗിൾ ഓഫീസ്, ബാംഗ്ലൂരിലെ ഗൂഗിൾ ഓഫീസ് നിയർ, അത് നമുക്ക് തന്നിരിക്കുന്ന ലൊക്കേഷനിലുള്ള ഗൂഗിൾ ഓഫീസിൻ്റെ നിയർ ഉള്ളത് കീസാണ്. അപ്പം ജസ്റ്റ് ഞാൻ ഹോട്ടൽ റൂം ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബാംഗ്ലൂർ പോവുകയാണ്, അപ്പോൾ എന്തെങ്കിലും ഹോട്ടൽ തപ്പണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടൽ നല്ലതാണ്. കീസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. സാധാരണ ഞാൻ ഹോട്ടലിൽ നിൽക്കുമ്പോൾ കാണാത്ത പല സാധനങ്ങളും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ ഇതുപോലെ ഒരു കിച്ചൺ ഏരിയ പോലെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വലുതായിട്ട് യൂസ് ചെയ്തില്ല. പിന്നെ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം രാത്രി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ പോയാൽ കഴിക്കാൻ ആഗ്രഹിച്ച് പോയത് ദോശയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് രാമേശ്വരം ഹോട്ടൽ, അത് നിയർ ടു നമ്മൾ നിൽക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം അവിടെ നിന്ന് ദോശ ഓർഡർ ചെയ്തു. ഞാൻ അങ്ങനെ ഊത്തപ്പം എന്ന് പറയുന്ന സാധനം കഴിക്കാത്ത ഒരാളാണ്. അതായത് എന്തോ നമുക്ക് കഴിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഒന്ന് വെറൈറ്റിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ചേട്ടൻ വെജിറ്റേറിയൻ വേണം നോൺ വെജ് വേണം എന്ന് പറഞ്ഞിട്ട് വേറെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഞാൻ വെജാണ് ഓർഡർ ചെയ്തത്. അതെ, ഇതായിരുന്നു ഊത്തപ്പം. അത്യാവശ്യം നല്ല ഓയിലിൽ മുക്കിയെടുത്തൊരു സാധനമായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു റെഡ് കളർ സാധനമില്ലേ, ഭയങ്കര ടേസ്റ്റി സംഭവമാണ്. ടൊമാറ്റോയുടെ എന്തോ ഒരു സംഭവമായിരുന്നു തോന്നുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. മോർണിംഗ് നേരത്തെ ഞാൻ എണീറ്റു. ചേട്ടൻ ഉറങ്ങാണ്. എനിക്കാണല്ലോ റെഡി ആയി പോകേണ്ടത്. അപ്പം രാവിലെ എണീറ്റ് മേക്കപ്പ് തുടങ്ങി. ഞാൻ മേക്കപ്പ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല, വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ബിക്കോസ് ഞാൻ ഫുൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റാണ്, ഒരു കാഷ്വൽ ഇവൻ്റാണ് സംഭവം. പക്ഷെ അവർ ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ അവർ ഇവൻറ്റിന് ഇന്ന ഔട്ട്ഫിറ്റ് വേണം എന്ന് അവർ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇതിനങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ കുറേ പേരെ പരിചയപ്പെട്ടു. നേരെ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് അകത്തേക്ക് ഗൂഗിൾ ഓഫീസിലേക്ക് പോയി. ഇതാണ് എൻട്രി. ഓക്കെ, ഞാൻ ചേച്ചി രണ്ടാമതാണ് കാണുന്നത്. പക്ഷെ ചേച്ചിക്ക് എന്നെ ഒരു ഓർമ്മ അല്ല, പക്ഷെ കല്യാണത്തിനാണ് ഒറ്റ വർഷം കണ്ടിട്ടുള്ളൂ. അതെന്താണ് ഇത് നിഷന്റെ ചാനലിന്റെ പേരെന്താ? ഓക്കെ, ഒരു സുന്ദരിക്കുട്ടിയാണ് പാർവതി. നമ്മുടെ സ്വന്തം തിരുവനന്തപുരംകാരിയാണ് കേട്ടോ. ആ ഒരു സ്നേഹം കൊണ്ട് ആണ് പാർവതിക്കുട്ടി. ആലപ്പുഴയാണ് സ്ഥലം. നമ്മളിപ്പോൾ ഗൂഗിൾ ഓഫീസിലാണ് ഇരിക്കുന്നത്. ഓൾറെഡി ചെക്ക് ഇൻ ആയി. നമുക്ക് നേരത്തെ ബാഗൊക്കെ കിട്ടി, നമുക്ക് ഈ പാസ് കിട്ടി. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സാൻഡ്വിച്ച് എടുത്തു, കുക്കീസ് എടുത്തു, കഴിക്കണം. ഹായ് ബോലോ. ഹായ്. I mean, we gave you sandwiches. I know it's not much, but like we'll feed you again in an hour. I think like people who sit on the back, no, yeah, we saw in Delhi also. First, Asif Telugu representation. We love. ലഞ്ച് ബ്രേക്കാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ചെറിയ രീതിയിൽ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ലഞ്ച് ഭയങ്കര ഗ്രാൻഡ് ആയിരുന്നു. നോൺ വെജ് ഐറ്റംസും വെജ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. വെജ് ഐറ്റംസ് ആയിരുന്നു കുറച്ച് കൂടുതലെന്ന് എനിക്ക് തോന്നി. നോൺ വെജ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം വെറൈറ്റി ഓഫ് സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. കാര്യം ഇത് പല ആൾക്കാർ പറഞ്ഞതല്ലേ, അപ്പം അവർക്കെല്ലാം പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ഈ തിരക്ക് ഉള്ള സൈഡ് കണ്ടോ? ഈ തിരക്കല്ല, ആ തിരക്ക് അങ്ങറ്റത്ത്, അതാണ് നോൺ വെജ് ഏരിയ. അവിടെ തിരക്കായതുകൊണ്ട് ഞാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, എന്നിട്ട് പോയി എന്താ നോക്കാം.
നോൺ വെജ് വാങ്ങിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. പിന്നീട് വന്ന് എടുക്കണമായിരിക്കും എല്ലാവർക്കും നല്ലത്. നല്ല തണുണ്ട്, നേരത്തെ കുറച്ചുകൂടെ തണുണ്ടായിരുന്നു. hyped up biryani, so let's see. Taste. ഹൈദരാബാദി മട്ടൺ ബിരിയാണി, ഹൈദരാബാദി മട്ടൺ ബിരിയാണി, റൈസ്, മട്ടൺ ബിരിയാണി, നൂഡിൽസ്, ചില്ലി ചിക്കൻ. എനിക്ക് പീസൊന്നും കിട്ടിയില്ല ഗൈസ്, ആകെ ഒരു പീസ് ഉണ്ടായിരുന്നു. കുറച്ച് ചാറ് മുക്കി വെക്കാം. ടൊമാറ്റോ, നിങ്ങൾക്ക് സൂപ്പൊന്നും വേണ്ടായിരുന്നു. നമ്മുടെ മറ്റേ പ്ലേറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടില്ല. വെജിറ്റബിൾ സാലഡ്. ആള് പ്യുവർ വെജാണ്. എന്താ ചെയ്യാ? तेरे नैनों में देखा नायाशी सिंग एकला चलो रे यदि तोरड़ा. Pardon if I forget the lyrics. ഇതിലിപ്പോ ഇവള് ജയിക്കുമായിരിക്കുമല്ലോ. നിന്നെ എടുക്കണോ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ നിന്നെ അപമാനിക്കുന്നു. എടാ അകത്തേക്കായാലേ ഗോളാവുള്ളേ. ഗോൾ. നമ്മളവിടെ കുറെ ഗെയിംസ് ഉണ്ട്. അപ്പൊ അതില് സോക്കർ ഗെയിം കളിച്ചു. ഇനി നമ്മൾ ബാക്കി ഗെയിംസ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. നമുക്ക് ബിങ്കോക്ക് ഷോ, ബിങ്കോ കാർഡ് തരും. ഇത് നമ്മൾ ഫിനിഷ് ചെയ്യണം. നിങ്ങൾ നമുക്കൊരു ക്യാപ്പ് വരുന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം എങ്ങനെയാണ്. ഒരു ചായ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ചായ കുടിച്ചാലോ? കളി ചായ കുടിച്ചാലോ? ചായ ചേച്ചി ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞാ? എന്റെ മോളെ ഇതാ ഫസ്റ്റ് മൊത്തം ഫില്ല് ചെയ്തോ? ഇല്ല, ഫസ്റ്റ് ഫില്ല് ചെയ്യണവരല്ലേ? ഞാൻ ഫസ്റ്റ് ഫില്ല് ചെയ്തു, എനിക്ക് കിട്ടിയത് ഫുള്ള് ഫില്ല് ചെയ്തു. നമ്മളിതുപോലെ ഫില്ല് ചെയ്തു. എന്തായാലും തൊപ്പി കിട്ടില്ല. ബാക്കി കുറെ പേർക്ക് 4 പേർക്ക് എന്തോ ഉള്ളൂ തോന്നുന്നല്ലേ. ഒരാൾക്ക് എനിക്ക് കിട്ടി. സമാധാനം. ചുമ്മാ പോയി നോക്കിയല്ലോ. You know what? So what is your complaint? ഇതൊരു ബോക്സ് പോലത്തെ സാധനം. എന്താണ് മോളെ? നീ വലുതാക്കി വ്ലോഗ് ഇടണേ. അതെ അതെ, വലുതാക്കി. നിന്റെ മുഖം, എന്റെ തല എന്റെ പൊടി, എന്റെ തല എന്റെ പൊടി, അത് മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പൊ ഇവന്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. നമുക്ക് ഗുഡി ബാഗ് ഉണ്ട്. ഇതെന്റെ ലൈഫിൽ ആദ്യത്തെ ഗുഡി ബാഗാണ്. നമുക്ക് ഫ്ലാറ്റിലൊന്ന് ഹോട്ടലിൽ പോയിട്ട് നമുക്ക് നോക്കാം. എല്ലാരും കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ ബൈ. അപ്പൊ ഞാൻ ഇവന്റ് ഒക്കെ കഴിഞ്ഞെത്തി. ഇപ്പൊ സമയം 9:30 അപ്പൊ ഇവന്റ് ഏകദേശം ഒരു 6 o'clock ആയപ്പോ കഴിഞ്ഞതാണ്. പക്ഷെ ബാംഗ്ലൂരിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ അയ്യോ അതൊരു വല്ലാത്ത ട്രാഫിക്കാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പോകേണ്ട സ്ഥലം ചിലപ്പോൾ 1/2 മണിക്കൂർ കൊണ്ടായിരിക്കും പോണത്. അപ്പം അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്താണല്ലോ വന്നത്. അപ്പം ഭയങ്കര ഒരു പാടുള്ള കാര്യമാണ്. അപ്പോൾ യൂട്യൂബിന്റെ ഇവന്റ് കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഇറങ്ങിയപ്പോൾ ഇതുപോലൊരു വലിയ പെട്ടി തന്നു കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഞാൻ ഷോർട്ട് റീലിൽ കാണിച്ചു തരാം. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് എവർ യൂട്യൂബ് ഈവന്റ്. സോ ഗ്രേറ്റ്ഫുൾ. ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം നമ്മൾ ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടുന്ന പോലെയായിരുന്നു എനിക്ക് ഇവന്റിന് ഇൻവിറ്റേഷൻ കിട്ടിയത്. അവിടെ പോയി കുറേ നല്ല ഫെലോ ക്രിയേറ്റേഴ്സുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. നമ്മൾ റീൽസ് എടുത്തു, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എന്നുവെച്ചാ നമ്മളെ പോലെ തന്നെ ഉള്ള ക്രിയേറ്റേഴ്സിനെ പരിചയപ്പെടുമ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഗൂഗിൾ ഓഫീസ് കാണാൻ പറ്റി. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാ പോയത്. ബിക്കോസ് നമ്മുടെ നാട്ടിലല്ല, ബാംഗ്ലൂരാണ്. അപ്പം നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടാവും, എങ്ങനെയായിരിക്കും, എന്തെങ്കിലും അത് നമുക്ക് അറിയായിരിക്കില്ല പേടി എന്താന്ന്. അപ്പം ഞാൻ കൈൻഡ് ഓഫ് ഒരു ആംബി വേർഡ് അങ്ങനത്തെ ഒരു ആളാണ്. പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതൊരു പ്രശ്നമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രശ്നമൊന്നുമല്ല, അങ്ങനെയാണ് ഞാൻ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ പരിചയമുള്ള കുറേ മുഖങ്ങളെ കണ്ടു. അപ്പൊ തന്നെ എന്റെ പാതി ജീവൻ തിരിച്ചു വന്നു. തമിഴ് ക്രിയേറ്റേഴ്സ്, ഞാൻ വീഡിയോസ് കാണാറുള്ള തമിഴ് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. സോ ഹാപ്പി ബിക്കോസ് അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സ് ഒക്കെ വന്ന് പരിചയപ്പെട്ടു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നല്ല ഗെയിംസ് ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ്, മ്യൂസിക്. നിങ്ങൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, ചില കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല. ബാക്കി മിക്കതും ഞാൻ വീഡിയോസ് എടുത്തിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അടിപൊളി ഒരു ദിവസമായിരുന്നു. മൈ ഫസ്റ്റ് എവർ യൂട്യൂബ് ഇവന്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ എന്തോ വല്ലാത്തൊരു സന്തോഷം. നിങ്ങൾക്ക് ആ സന്തോഷം മനസ്സിലാവുമെന്ന് വിചാരിക്കും. നിങ്ങളില്ലെങ്കിൽ ഈ ചാനലില്ല. ഓക്കെ, നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആണത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇവന്റിലൊക്കെ എനിക്ക് പോകാൻ പറ്റട്ടെ, ക്രിയേറ്റേഴ്സായിട്ടൊക്കെ പരിചയപ്പെടാൻ പറ്റട്ടെ. അപ്പൊ അതൊക്കെയാണ് യൂട്യൂബ് ഇവന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ ഉള്ളത് ഹോളിഡേ ഇന്നിലാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ ഇതല്ലല്ലോ, ഇങ്ങനൊരു സംഭവം അല്ലല്ലോ കണ്ടത്. പക്ഷെ ഇപ്പൊ ഞാൻ ഉള്ളത് ഹോളിഡേ ഇന്നിലാണ്. നേരത്തെ ഞാൻ കീസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നിന്നത്. ബിക്കോസ് അത് ഇച്ചിരി ഉള്ളിലോട്ടാണ്. അപ്പം ഡ്രൈവ് ചെയ്ത് വരാൻ ഭയങ്കര പാടായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ മെയിൻ സെന്ററിലോട്ട് വന്നിട്ട് ഇവിടെ റൂം എടുത്തു. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. നാളെ ആകുമ്പോഴത്തേക്ക് നമ്മളിവിടെ തിരിക്കും. ഓക്കെ, നല്ലൊരു കൊച്ചുമുറി, 2 ബെഡാണെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, ചെറിയൊരു മുറിയാണ്. ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ബുക്ക് ചെയ്തതാണ്. റൂംസ് അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാ വീഡിയോയിലും കാണില്ല, അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. Till then, take care. Bye.